ജഗദീപ് ധൻഖറിന്റെ രാജിക്ക് പിന്നാലെ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന് നടപടി തുടങ്ങി. ജഗദീപ് ധൻഖറിന്റെ രാജിക്ക് പിന്നാലെ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന് നടപടി തുടങ്ങി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ധൻഖറിന്റെ രാജി ആഭ്യന്തര മന്ത്രാലയം വിജ്ഞാപനം ചെയ്ത പശ്ചാത്തലത്തിൽ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനുള്ള നടപടിക്രമങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തുടങ്ങി. തെരഞ്ഞെടുപ്പ് നടത്തിപ്പിന് വേണ്ടിയുള്ള പ്രാഥമിക നടപടികൾ തുടങ്ങിയതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. ലോക്സഭയിലെയും രാജ്യസഭയിലെയും അംഗങ്ങൾക്കാണ് വോട്ടവകാശമുള്ളത്. പ്രഖ്യാപനം വൈകാതെ ഉണ്ടാകുമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. പാർലമെന്റിന്റെ ഇരുസഭകളിലെയും അംഗങ്ങൾ ചേർന്നാണ് ഉപരാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കേണ്ടത്. ഇപ്പോഴത്തെ അംഗബലത്തിൽ NDA സ്ഥാനാർത്ഥിക്ക് ജയം ഉറപ്പാണ്. ജഗദീപ് ധൻഖറിന്റെ രാജി സർക്കാരിനെ വെട്ടിലാക്കിയതോടെ പ്രതിസന്ധി മറികടക്കാൻ പുതിയ ഉപരാഷ്ട്രപതിക്കായുള്ള ചർച്ച നടത്തുകയാണ് മുതിർന്ന BJP നേതാക്കൾ. രാംനാഥ് താക്കൂർ, രാജ്നാഥ് സിംഗ്, ആരിഫ് മുഹമ്മദ് ഖാൻ അടക്കം നിരവധി പേരുകൾ ചർച്ചയിലുണ്ട്. അതേസമയം ജഗദീപ് ധൻഖറിന്റെ രാജിയുടെ കാരണം എന്താണ് എന്നതിൽ അവ്യക്തത തുടരുകയാണ്. ധൻഖറിന്റെ രാജിയുടെ കാരണത്തിൽ കേന്ദ്രം ഇതുവരെ വ്യക്തത വരുത്തിയിട്ടില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ധൻഖറിന് ആശംസ നേർന്നെങ്കിലും BJP നേതൃത്വം മൗനം തുടരുകയാണ്. ജഗദീപ് ധൻഖറിന് യാത്രയയപ്പ് നൽകാത്തതും ചർച്ചയായിട്ടുണ്ട്. സ്ഥാനമൊഴിഞ്ഞപ്പോൾ വിടവാങ്ങൽ പ്രസംഗവും ഉണ്ടായില്ല. വെറും 2 വരിയിൽ മാത്രം പ്രധാനമന്ത്രി ആശംസ അറിയിച്ചതും സംശയങ്ങൾ ഉയർത്തുകയാണ്. സർക്കാരുമായുള്ള അഭിപ്രായ ഭിന്നതയാണ് രാജിക്ക് കാരണമെന്ന സൂചന ശക്തമാകുന്നതിനിടെ പ്രതിപക്ഷം സർക്കാരിനെതിരെ നിലപാട് കടുപ്പിച്ചിട്ടുണ്ട്. കാരണം വിശദീകരിക്കണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ ദിവസം രാജ്യസഭ സ്തംഭിച്ചിരുന്നു. ഇന്നലെയും പ്രതിപക്ഷം പാർലമെന്റ് സ്തംഭിക്കാനുള്ള കാരണങ്ങളിൽ ഒന്നായി ചൂണ്ടിക്കാണിച്ചത് ധൻഖറിന്റെ രാജിയിലുള്ള അവ്യക്തത മറ നീക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ്. അവിശ്വാസത്തിലൂടെ പുറത്താക്കും മുമ്പുള്ള രക്ഷപ്പെടലായിരുന്നു ജഗദീപ് ധൻഖറിന്റെ രാജിയെന്ന് ഏറെക്കുറെ വ്യക്തമായതോടെ കേന്ദ്ര സർക്കാർ കടുത്ത പ്രതിസന്ധിയിലായിരിക്കുകയാണ്. ജസ്റ്റിസ് യശ്വന്ത് വർമ്മയുടെ ഇംപീച്ച്മെന്റ് നടപടി രാജ്യസഭയിൽ പിന്തുണയ്ക്കാനുള്ള നീക്കം നടത്തിയതാണ് ധൻഖറിനോട് സർക്കാർ ഇടയാൻ കാരണമായത്. ധൻഖറിനോട് രാജി ആവശ്യപ്പെട്ടിരുന്നതായും ആരോപണമുണ്ട്. ഇത് പരസ്യമായി സമ്മതിക്കാൻ കേന്ദ്ര സർക്കാരിന് ബുദ്ധിമുട്ടുണ്ട്. ഇത് ഒഴിവാക്കാനാണ് ഓപ്പറേഷൻ സിന്ദൂർ പാർലമെന്റിൽ ചർച്ച ചെയ്യാൻ കേന്ദ്രം തയ്യാറായത്. ഓപ്പറേഷൻ സിന്ദൂർ ചർച്ചയ്ക്കായി ലോക്സഭയിലും രാജ്യസഭയിലും 16 മണിക്കൂർ വീതം സമയം നീക്കിവെച്ചു. ലോക്സഭയിൽ തിങ്കളാഴ്ചയും രാജ്യസഭയിൽ ചൊവ്വാഴ്ചയുമാണ് ചർച്ച. ഈ ചർച്ചകൾക്കിടെ ധൻഖറിന്റെ രാജി വിഷയം വിസ്മരിക്കപ്പെടുമെന്ന പ്രതീക്ഷയാണ് ഭരണപക്ഷത്തിനുള്ളത്.